പോകാം. നേവിയുടെ തെരച്ചിൽ അവർ അവസാനിപ്പിക്കുകയാണോ? കാരണം മാൽപ്പയുമായി അവർ ആശയവിനിമയം നടത്തുന്നുണ്ടായിരുന്നു. കൃത്യമായ ഒരു പോയിന്റിലേക്ക് എത്തുകയാണോ? അതാണോ നൽകുന്ന സൂചന എന്നതും അറിയേണ്ടിയിരിക്കുന്നു. നേവിയുടെ ടീം ഇപ്പോൾ സ്കൂബ ടീം കരയിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ സ്ക്രീനിൽ ഒരു ഭാഗത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. കയറിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ, ലോഹഭാഗങ്ങൾ അതൊക്കെ നേവിയുടെ തെരച്ചിലിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. മാൽപ്പ ഇപ്പോൾ തെരയുന്ന ഭാഗം അവിടെയാണോ ഇനിയിപ്പോൾ ഡ്രഡ്ജിംഗ് നടത്തേണ്ടത്? അങ്ങനെ ഒരു കാര്യത്തിൽ തീരുമാനത്തിലേക്ക് എത്താൻ മാൽപ്പയ്ക്കൊപ്പം പോവുകയാണോ MLA മാർ എന്നതാണ് അറിയേണ്ടത്. MLA മാർ ഇപ്പോൾ എവിടെയാണുള്ളത്? മാൽപ്പയ്ക്ക് അടുത്താണോ? അർജുൻ, MLA മാർ ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത് മാൽപ്പെ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ ഭാഗത്തിൻ്റെ ഏകദേശം ഒരു 10-50 മീറ്റർ ദൂരപരിധിയിൽ മാത്രമാണ്. അതായത് അതിന് തൊട്ടടുത്ത് തന്നെ ഈ പറയുന്ന ഈശ്വർ മാൽപ്പെ ഉണ്ട് എന്നുള്ള കാര്യം തന്നെയാണ്. ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുകയും ചെയ്യുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന ആ ബോട്ടിനോട് ചേർന്ന് തന്നെ ഈശ്വർ മാൽപ്പെ ആ ബോട്ടിൻ്റെ വശങ്ങളിൽ കൈ പിടിച്ചുകൊണ്ട് ഈശ്വർ മാൽപ്പെ സഞ്ചരിക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അതിന് തൊട്ടടുത്ത് തന്നെ MLA സതീഷ് കൃഷ്ണസേൽ MLA-യും അതുപോലെ തന്നെ മഞ്ചേശ്വരം MLA AK അഷ്റഫും ഉൾപ്പെടെയുള്ള സംഘവും അതിന് അടുത്ത് തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലൊരു നിർണായകമായിട്ടുള്ള തീരുമാനം ആവശ്യമായിട്ടുള്ളത് കൊണ്ടാണോ അവർ ഈ തരത്തിൽ ഈ ഡെങ്കി ബോട്ടിനകത്ത് അവിടെ നിലയുറപ്പിച്ചത് എന്ന കാര്യത്തിൽ നമുക്കൊരു വ്യക്തതയില്ല. എങ്കിൽ കൂടി ഇപ്പോൾ ഈശ്വർ മാൽപ്പെ ആ വാഹനത്തിൻ്റെ വശങ്ങളിൽ പിടിച്ച് ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. എന്താണ് അതിൽ നടക്കുന്നതെന്ന കാര്യത്തിൽ നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ നമുക്ക് കൃത്യമായ തോതിൽ ഇവിടുന്ന് കേൾക്കാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ലഭിക്കാനോ നമുക്ക് കഴിയുന്നില്ല. പക്ഷേ എങ്കിൽ കൂടി പറയാൻ വേണ്ടി കഴിയുന്നത് സംതിങ് ഹാപ്പനിങ് ദർ എന്നുള്ളതാണ്. അതായത് എന്തോ അവിടെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന സതീഷ് MLA-യും മഞ്ചേശ്വരം MLA-യും ഒക്കെ ആ മേഖലയിലേക്ക് എത്തിയിട്ടുള്ളത് എന്ന കാര്യം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മറ്റൊരു സ്കൂബ ഡൈവർ കൂടി ആ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ 3 സ്കൂബ ഡൈവർമാർ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന 3 സ്കൂബ ഡൈവർമാർ ആ മേഖലയിൽ ഒരുമിച്ച് തിരച്ചിൽ നടത്താനുള്ള ഒരു ക്രമീകരണമാണ് നടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ വേണ്ടി കഴിയും. ആ വള്ളത്തിൻ്റെ കയറിൽ പിടിച്ച് ഒരു സ്കൂബ ഡൈവർ നിൽക്കുന്നുണ്ട്. അതിൻ്റെ നേരെ എതിർഭാഗത്തായിട്ട് ഒരു സ്കൂബ ഡൈവർ കൂടി നിലയുറപ്പിച്ചിട്ടുണ്ട്. അതിൽ കാണുന്ന രണ്ടാമത്തെ ഈ പറയുന്ന വള്ളത്തിൽ നമ്മുടെ ഈശ്വർ മാൽപ്പയും അവിടെ ഉണ്ട്. ഈശ്വർ മാൽപ്പയുടെ കയ്യിൽ ഒരു ടോർച്ച് നമുക്ക് കാണാം. അണ്ടർ വാട്ടർ സർച്ചിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടോർച്ചാണത്. അദ്ദേഹത്തിന് വിസിബിലിറ്റി ഉൾപ്പെടെ ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ളൊരു ടോർച്ചാണത്. ആ ടോർച്ച് ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈശ്വർ മാൽപ്പെ ഈ പറയുന്ന തിരച്ചിൽ നടത്തുകയും ചെയ്യുന്നത്. എന്തായാലും ഒരു നിർണായകമായിട്ടുള്ള ഒരു തീരുമാനമുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ചില സൂചനകൾ ലഭിച്ചത് കൊണ്ടാണോ ആ മേഖലയിൽ പരിശോധന നടത്തുന്നത് എന്നുള്ളൊരു സംശയം ജനിപ്പിക്കുന്ന രീതിയിലാണ് അവരുടെ പരിശോധന എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ചില വസ്തുക്കളോ അല്ലെങ്കിൽ ലോഹഭാഗങ്ങളോ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഒരുപക്ഷെ ഒറ്റയ്ക്ക് ഉയർത്താൻ വേണ്ടി കഴിയാത്തത് കൊണ്ട് കൂടുതൽ ഡൈവേഴ്സിനെ ആ മേഖലയിൽ എത്തിച്ചതാണോ എന്ന് പോലും സംശയം തോന്നിപ്പിക്കുന്നുണ്ട്. എങ്കിൽ കൂടി ആ മേഖലയിൽ ഇപ്പോൾ ഒരു വ്യാപകമായ തോതിൽ അല്ലെങ്കിൽ ഒരു ഊർജിതമായിട്ടുള്ള തിരച്ചിൽ നടത്തുകയാണ്. 3 ഡൈവർമാരെ നമുക്കിപ്പോൾ ഒരേ ഫ്രെയിമിൽ കാണാൻ വേണ്ടി കഴിയും. 3 ഡൈവർമാർ ഈശ്വർ മാൽപ്പെ ഉൾപ്പെടെ നേവിയുടെ ഡൈവർ ഉൾപ്പെടെ 3 പേരെ നമുക്ക് ഒരേ ഫ്രെയിമിൽ കാണാൻ വേണ്ടി കഴിയും. ഇവർ 3 പേരും ഒരേ സമയം മുങ്ങി പരിശോധന നടത്തും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരേ സമയത്ത് മുങ്ങി പരിശോധന നടത്തുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ചില കാര്യങ്ങൾ ഇവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ചില കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായി അവർക്ക് 3 പേർക്കും ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉറ്റുനോക്കുന്നത്. അവർ 3 പേരും ഒരുമിച്ച് ഡൈവ് ചെയ്യാൻ തന്നെയാണ് സാധ്യതയായി നമ്മൾ കാണുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരുമിച്ച് ഡൈവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും കൂടുതൽ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ഇപ്പോൾ നമുക്ക് പതിയെ ആണെങ്കിൽ കൂടി ഈ കൃഷ്ണസേയിൽ MLA-യും അതുപോലെ തന്നെ മഞ്ചേശ്വരം MLA AK അഷ്റഫും സഞ്ചരിക്കുന്ന ഡെങ്കി ബോട്ട് NDRF-ൻ്റെ ബോട്ടാണത്. ആ ബോട്ട് ഇവർ നിലയുറപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഈ മാൽപ്പെ സംഘവും അതുപോലെ തന്നെ നേവിയുടെ മുങ്ങൽ വിദഗ്ധരുമെല്ലാം നിലയുറപ്പിച്ചിരിക്കുന്ന ആ മേഖലയിലേക്ക് പതിയെ ആണെങ്കിൽ കൂടി സഞ്ചരിച്ചെത്തുന്നു എന്നതുകൂടി നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഇവർ തമ്മിൽ ഈ ബോട്ടിലുള്ളവരും ഈ ഡൈവേഴ്സും തമ്മിലുള്ള പല കമ്മ്യൂണിക്കേഷനുകൾ നടത്തുകയാണ്. ചില കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് മുങ്ങിയാൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഡൈവ് ചെയ്യുന്ന ഘട്ടത്തിൽ ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ പുറമേ നിന്ന് ചെയ്യേണ്ടതുണ്ട് എന്ന കാര്യത്തിലാണ്
കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ മേഖലയിൽ ചില സൂചനകൾ നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. അപ്പോൾ ഒരു വിശദമായ 3 പേർ കൂടിയുള്ള ഒരു സംയുക്തമായിട്ടുള്ള പരിശോധന നടത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ചില കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടി കഴിയും. അല്ലെങ്കിൽ നേരത്തെ തന്നെ അത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. കാരണം ഇവർ 3 പേരും ഉച്ചയ്ക്ക് ശേഷം മാൽപ്പി എത്തിക്കഴിഞ്ഞാൽ NDR ഈ നേവി സംഘവുമായി ചർച്ച നടത്തും. എവിടെ നിന്നാണ് ഈ ഹൈഡ്രോളിക് ജാക്കി കണ്ടെത്തിയിട്ടുള്ളത്, നേരത്തെ അവർ കണ്ടെത്തിയിട്ടുള്ള കയറിൻ്റെ ഭാഗം ലഭിച്ചതിൻ്റെ അടുത്ത പ്രദേശത്തോ മറ്റോ ആണോ എങ്കിൽ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വിശദമായ തിരച്ചിൽ നടത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ കൂടുതൽ ശക്തമായ അല്ലെങ്കിൽ കൂടുതൽ ഇതിനകത്ത് തെളിവുകൾ ലഭിക്കും. അല്ലെങ്കിൽ കൂടുതൽ അർജുൻ്റെ ട്രക്കിന് സമാനം അല്ലെങ്കിൽ ട്രക്കിൻ്റെതെന്ന് സംശയിക്കുന്ന കൂടുതൽ ഭാഗങ്ങൾ നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും എന്നുള്ളത് തന്നെയാണ് കരുതുന്നത്. എന്തായാലും നമുക്കിപ്പോൾ